അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് കാശ്മീരിലെ ഫേമസ് ആയിട്ടുള്ള ലത്പുര, സഫ്രോൺ ഫീൽഡ്സും ആപ്പിൾ വാലിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പഹൽഗാമിൻ്റെ ഒരു എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പഹൽഗാം. കാശ്മീർ വിൻ്റർ ട്രിപ്പിൻ്റെ പഹൽഗാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഹൽഗാമിൽ എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഈ ഹോഴ്സ് റൈഡാണ് മെയിനായിട്ട് നടക്കുന്നത്. നമ്മൾ ഹോഴ്സ് റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മെയിനായിട്ടുള്ള 6 സ്പോട്ടുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് 6 സ്പോട്ടുകൾ വേണമെങ്കിൽ 3 സ്പോട്ട് എടുക്കാം, 6 സ്പോട്ട് ഒരുമിച്ച് എടുക്കാം. മെയിനായിട്ട് കുതിര സവാരിയാണ്. നമുക്ക് ടൈമിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ വരുന്നു, വണ്ടിയുടെ സൈഡാക്കുന്നു. അതിലിപ്പോൾ ഓരോ വണ്ടികൾ നിർത്തുമ്പോഴും അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ഗൈഡുകൾ ഉണ്ടാവും, ഇവിടുത്തെ ലോക്കൽ ഗൈഡുകൾ. അപ്പോൾ അവരിങ്ങനെ ഓരോരോ റേറ്റ് പറയും. നമ്മളത് മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് വേണം അത് എടുക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ വന്നപ്പം 3 സ്പോട്ടുകൾ കവർ ചെയ്യാനായിട്ട് ഇവർ 2450 രൂപയാണ് പറയുന്നത്. ഒരാൾക്ക് 2450 രൂപ. അതിനകത്ത് 3 സ്പോട്ടുകളാണ്. അതിനകത്ത് മെയിൻ ഇവിടുത്തെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്പോട്ടാണ് ബൈസർ വാലി എന്ന് പറയുന്ന ലൊക്കേഷൻ. അപ്പോൾ അതെന്തായാലും മിസ് ചെയ്യരുതെന്നാണ് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു 3 സ്പോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ. ഒരുപാട് ലോക്കൽ പീപ്പിൾസിനെ കണ്ടു. അപ്പോൾ ഇവരൊക്കെ 2450, 3000, 4000, 6000, 8000 വരെയൊക്കെയാണ് റേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് വേണം ഇവിടുത്തെ റേറ്റ് എടുക്കാനായിട്ട്. പെട്ടെന്ന് കയറി നിങ്ങൾ ആരും ഈ കുതിര സവാരി ചൂസ് ചെയ്യരുത്, പ്രത്യേകിച്ച് പാക്കേജ് എടുക്കാതെ വരുന്ന ആളുകളൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ഈ പഹൽഗാം എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ. ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പേരെ ഇവിടെ കണ്ടു നോക്കാം. നമുക്ക് എവിടെന്നെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് റൈഡ് ചൂസ് ചെയ്യാം. നമ്മള് ബാർഗെയിൻ ചെയ്ത് ഒരു 1200 വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. 1200, 2 പേർക്ക് 2400 രൂപ. 3 സ്പോട്ടുകൾ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷയില്ല, ബാർഗെയിൻ ചെയ്ത് മേടിക്കുക എന്നല്ലാണ്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലെ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കണ്ടോ നമ്മളടുത്ത് വരും കേട്ടോ. ഇവരിവിടെ ഒരു 6 സ്പോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ബൈസറൻ വാലിയാണ്. ബാക്കിയുള്ള സ്പോട്ടുകളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ 2 പേർക്ക് ഇവർ 6000 ആണ് പറയുന്നത്. അത് 5000-ന് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ബാർഗെയിനിങ് ആണ് കേട്ടോ. ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് നല്ല റേറ്റ് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെയിനായിട്ട് ഇവിടെ നടക്കുന്നത് ഹോഴ്സ് സഫാരിയാണ്. 8 കിലോമീറ്റർ പോകാനുണ്ട്. 8 കിലോമീറ്റർ കുതിര സഫാരിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ടോ, ഞങ്ങൾ പുള്ളിൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്യാണ്. 2 പേർക്ക് 1200-ന് 3 സ്പോട്ട് ഇവൻ ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. 3 സ്പോട്ടുകൾ കൊണ്ടുപോകും കുതിരപ്പുറത്ത്. 2 പേർക്ക് 1200, ഒരാൾക്ക് 600 വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അവനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ കാണുന്നില്ല. അവൻ ഏകദേശം അതിനകത്ത് ഓക്കെ അല്ല. അതുകൊണ്ട് അവനവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു, സ്കിപ്പായി. പിന്നെ നമ്മൾ വേറൊരു ആളെ കണ്ട് സംസാരിച്ച് 1000 രൂപയ്ക്ക് നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 500 രൂപ വെച്ചിട്ട് 2 പേർക്ക് 1000 രൂപ. അത് 3 സ്ഥലങ്ങൾ കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 6-7 കിലോമീറ്റർ മുകളിലോട്ട് കയറി പോകാനുണ്ട്. ബൈസറൻ വാലി, പിന്നെ അതിനിടയിൽ ഏതോ ഒരു വാലി, എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് മെയിനായിട്ട് പഹൽഗാമിൽ കാണാനുള്ളത് ഈ ഒരു ഹോഴ്സ് സഫാരി ചെയ്തിട്ട് ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ വിൻ്ററിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്ന മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലിയാണ്. ഞങ്ങളിവിടെ വന്നിറങ്ങി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോഴ്സ് സഫാരി ചൂസ് ചെയ്ത്. കുറേ ടീംസ് നമ്മളടുത്ത് വന്ന് ക്യാൻവാസ് ചെയ്യാനായിട്ട് ബാർഗെയിൻ ചെയ്ത് അവസാനം നമ്മളൊരു 1000 രൂപയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. ഇത് 7 കിലോമീറ്റർ ഹോഴ്സ് സഫാരി പോയിട്ട് ബൈസറൻ വാലി എന്ന് പറയുന്ന മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലൊരു സ്പോട്ടിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മെയിനായിട്ട് കാണാനുള്ളത് ആ ഒരു ബൈസറൻ വാലിയാണ് ഈ ഒരു സീസണിൽ. പിന്നെ ഓരോരോ സീസൺ അനുസരിച്ചിട്ട് ഇവിടെ വേറെ 2-3 കിഡിലൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പം വിൻ്ററിൽ കാണാൻ പറ്റുന്നത് ബൈസറൻ വാലിയാണ്. അപ്പോൾ നമ്മളെ ഹോഴ്സ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വഴി നീളെ ഫുള്ള് കുണ്ടും കുഴിയും ചളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇത് കൂടെയാണ് ഈ കുതിരപ്പുറത്തിരുന്നുകൊണ്ട് നമ്മളൊരു 7 കിലോമീറ്റർ ബൈസറൻ വാലി എന്ന് പറയുന്ന ആ സ്പോട്ട് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ 3 സ്പോട്ട് എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഏതോ 1-2 സ്പോട്ടുകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് കാണാം.
അപ്പോൾ നമ്മൾ 1000 രൂപ, ഒരാൾക്ക് 500 രൂപ വെച്ചിട്ട് 2 പേർക്ക് 1000 രൂപയ്ക്കാണ് സമ്മതിച്ചത്. അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇവന്മാർ 4000 3000 ഒക്കെ പറയും. ആ റേറ്റിൽ ഒരിക്കലും സമ്മതിക്കരുത്, മാക്സിമം വില പേശുക. അതിനിപ്പോൾ നിങ്ങൾക്ക് ഭാഷ അറിയില്ലെങ്കിലും ആംഗ്യ ഭാഷ കാണിച്ചിട്ടാണെങ്കിലും മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് നല്ല റേറ്റ് എടുക്കാൻ നോക്കുക. ഇത് ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ, താഴെ നിൽക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകളൊക്കെ. അവരൊക്കെ വെറും 300 രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു കുതിര സഫാരി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് വില പേശി കഴിഞ്ഞാൽ നല്ല ചീപ്പ് റേറ്റ് തന്നെ ഇവർ സമ്മതിക്കും. പക്ഷേ ഒരുപാടങ്ങ് വില പേശി ഈ കൂടെ വരുന്ന ഗൈഡിനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇവന് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെയുള്ള ഗൈഡ് 2 കുതിരയ്ക്ക് ഒരു ഗൈഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് കുതിരപ്പുറത്തിരുന്ന് ഇങ്ങനെ ടക്ക് ടക്ക് എന്നൊക്കെ പറഞ്ഞ് കുതിരേനെ ഓരോന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. പക്ഷേ കുതിര ഓടുന്നില്ല, ഭയങ്കര ടയേർഡാണ്. ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിക്കാനായിട്ട് കുതിര ഒന്ന് മെല്ലെ സ്ലോലി നിന്നു കേട്ടോ. പിന്നെ ഒരുപാട് മലയാളീസൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചറായിട്ട് തോന്നും. ചിലപ്പോൾ നമുക്ക് പേടിയാവും, കുതിരപ്പുറത്തിരുന്ന് താഴേക്ക് വീഴോ, കുതിര നമ്മളെ തട്ടിയിടുമോ എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ വളരെ സേഫാണ്, വളരെ നല്ലൊരു സഫാരി ആയിരുന്നു കേട്ടോ. അതെന്തായാലും പഹൽഗാമിൽ വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഇനി ബൈസറൻ വാലി എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. വീഡിയോസിലൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. സമ്മർ വെക്കേഷനിലെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിൻ്ററിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഒരാൾക്ക് 500 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു സഫാരി എനിക്ക് പുറത്തായിട്ട് തോന്നി. കാരണം ഒരു 6-7 കിലോമീറ്റർ പോകാനുണ്ട്. പോകുന്ന വഴികളൊക്കെ ആണെങ്കിൽ ഭയങ്കര കുന്നാണ്, ഭയങ്കര കയറ്റമാണ്, ചളിയൊക്കെ പിടിച്ചിട്ട് കുണ്ടും കുഴിയായി കിടക്കുകയാണ്. ആ റോട്ടിൽ കൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്, അവർക്ക് ലേബർ സാലറി ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ എന്തായാലും ഒരാൾക്ക് 500 രൂപ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 350 ഒക്കെ പുറത്തായിരിക്കും. കണ്ടില്ല, ഇതുപോലത്തെ വഴികളാണ്, ഫുള്ള് ചളിയും. നമ്മുടെ ഷൂ ഒക്കെ നമ്മൾ താഴെ വെച്ച് വരുവാണ് നല്ലത്. ഞങ്ങൾ ഷൂക്ക് 100 രൂപ 150 രൂപ കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ ഇട്ട് വന്ന അതേ ഷൂ തന്നെ ഇട്ടു കേട്ടോ. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പാൻറ്റിൻ്റെ ഒരു പകുതി മുക്കാലോളം ചളി കയറി പിടിച്ച് ഷൂ ഒക്കെ ഫുള്ള് ചളി കയറിയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ഹോഴ്സ് സഫാരി എടുക്കുമ്പോൾ മസ്റ്റായിട്ടും ഷൂ ചേഞ്ച് ചെയ്യുക. ഒരു 100 രൂപ കൊടുത്താലും ഷൂ ചേഞ്ച് ചെയ്തിട്ട് വരികയാണ് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം ഇനി 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. ആൾ നല്ല കമ്പനിയാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലി. നമുക്ക് പറയുന്ന സ്ഥലത്തൊക്കെ കുതിരേനെ നിർത്തി തരുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ 2 സൈഡിലും ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നുണ്ട്. മുകളിലോട്ട് കയറി പോകും തോറും നല്ല നല്ല വ്യൂ കിട്ടുന്നുണ്ട്, നല്ല കാഴ്ചകളാണ്. നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. നമ്മൾ ശ്രീനഗറിലെ പോലെയല്ല, ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പാണ്, കൊടും തണുപ്പാണ്. പക്ഷെ നമ്മളതിന് കുതിരപ്പുറത്തിരുന്ന് ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മോർണിംഗിൽ രാവിലെ നൈറ്റിലൊക്കെ ഇവിടെ ശ്രീനഗറിലേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് പഹൽഗാമിൽ. എന്താ ബൈസൺ നൈസ് ഇതാട്ടോ. കുതിര അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യും. പിന്നെ നമ്മളൊന്ന് കിടക്കി പറഞ്ഞു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി മൂവ് ആയിക്കോളും. സോ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളിയാണ് സംഭവം. എന്തായാലും നമ്മൾ കാശ്മീരിൽ വരുമ്പോൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഹോഴ്സ് സഫാരി. അപ്പോൾ നമ്മളിപ്പോൾ ബൈസർ വാലിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോട്ടിൽ കൂടെ പാവം ഈ കുതിരപ്പുറത്ത് ഇരുന്ന് കുതിരയ്ക്ക് വെള്ളത്തിന് ദാഹിച്ചു കേട്ടോ. അപ്പോൾ വെള്ളം കണ്ടപ്പം കുതിര ഇവിടെ നിന്നു. അപ്പോൾ വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നത് എത്ര കറക്റ്റാണ് നോക്കിയാൽ വെള്ളം. ആ മഞ്ഞിന്ന് വരുന്ന വെള്ളം കുതിര കുടിച്ച് വീണ്ടും ഒന്ന് എനർജറ്റിക് ആയിട്ടുണ്ട്, ഒന്ന് റീചാർജ് ചെയ്തു. അങ്ങനെ നമ്മളിതേ ബൈസർ വാലിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം കണ്ടോ കുതിരകൾ, ഇതൊക്കെ വന്നതാണ് കേട്ടോ. ഒരുപാട് ടീംസ് ഉണ്ട് കർണാടക ഭാഗത്തു നിന്നൊക്കെ, കണ്ടോ. നമ്മളങ്ങനെ ബൈസർ വാലിയിൽ എത്തിയിരിക്കുകയാണ് കാശ്മീരിലെ. സോ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഒരുപാട് ഹോഴ്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് പേര് റൈഡ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ബൈസർ വാലി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ ഗായ്സ്, ഹലോ ഗായ്സ്.
ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകാണ്ട് കേട്ടോ. മുന്നോട്ട് പോകുമ്പോഴത്തേക്കുണ്ട് അവിടെ ഫുള്ള് ചളി പിളിയായി കിടക്കുവാണ്. നമ്മൾ ഷൂ ഇടാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായി കേട്ടോ. എൻ്റെ പാൻറ്റൊക്കെ ഫുള്ള് ചളി പിടിച്ച് കിടക്കുവാണ്. മുട്ടോളം ചെളിയാണ്. ഷൂവിൻ്റെ കളറൊക്കെ മാറി. റെഡ് കളർ ഉണ്ടായിരുന്ന ഷൂ ഏകദേശം ഒരു ചളി പിടിച്ച കളറായിട്ടുണ്ട്. ഇവിടെ മൊത്തം കണ്ടോ നമ്മൾ വന്ന കുതിരേനൊക്കെ ഇവിടെ കെട്ടിയിടുവാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈസർ വാലിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഫുഡൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞത്. ലൈറ്റായിട്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ബൈസർ വാലിൻ്റെ. സമ്മർ വെക്കേഷനിൽ ഇവിടെ ഫുള്ള് ഗ്രീനിയറി ആയിട്ട് ഭയങ്കര രസമായിരിക്കും കാണാനെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഫുള്ള് കച്ചവടക്കാരൊരു അടിയാണ് കണ്ടോ. ഈ സൈഡ് മൊത്തം ഡൈനിങ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് മാഗി സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടുക, മൊമോസൊക്കെ. ഞങ്ങളൊരു മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു മൊമോസ് ഓർഡർ ചെയ്തു. 6 കിലോമീറ്റർ നമ്മൾ കുതിരപ്പുറത്തിരുന്ന് വന്നപ്പോഴത്തേക്കും നല്ലപോലെ ടയർഡായി. പിന്നെ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈനൊന്നും നമ്മൾ ചൂസ് ചെയ്തില്ല. വേണ്ട ആളുകൾക്ക് സിപ്പ് ലൈനൊക്കെ ചൂസ് ചെയ്യാം. അങ്ങേ അറ്റത്ത് ഫുള്ള് മഞ്ഞ് വീഴ്ചയുണ്ട്, മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല സീനറിയാണ്. ലൊക്കേഷൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളൊരു ഫ്രൈഡ് റൈസും മൊമോസും കഴിക്കുക ബൈസർ വാലിയിൽ വന്നിട്ട്. ഇവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്യാം. സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈൻ ഉണ്ട്. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കണം. ഫ്രൈഡ് റൈസാണ്, കുഴപ്പമില്ല, കുറച്ച് സ്പൈസി ആയിട്ടോ. വെൽക്കം ടു ബൈസർ വാലി ഗായ്സ്. അങ്ങനെ നമ്മൾ കശ്മീരിലെ ബൈസർ വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെമ്പരിയാടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഫോട്ടോസ് വെക്കുകയാണ്. കണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടാണ്. 50 രൂപ കൊടുത്തിനാൽ നമുക്ക് ഇവരെ വെച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ താഴത്തെ ടെമ്പറേച്ചർ അല്ല മുകളിൽ എത്തിയപ്പോൾ. സുന്ദരി കുട്ട അതിന്റെ അമ്മ അതാ വരുന്നു. അതിന്റെ അമ്മ അതിനടിക്കാൻ വരുന്നതാ. അമ്പൂര് കൊടുക്ക്. ഈ ഒരു ഭാഗത്താണ് ഐസ് കണ്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചയാണ്. പിന്നെ ഇവിടെ നിറയെ മരങ്ങളുണ്ട്. ആ മരത്തിലൊക്കെ ഇങ്ങനെ മഞ്ഞ് തങ്ങി നിൽക്കുന്ന കാഴ്ചയൊക്കെ രസമുണ്ട്. പക്ഷെ നമ്മൾ സോണാമാർഗിൽ കണ്ട പോലെ അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ്ഡ് ഒന്നല്ല. പഹൽഗാം ഒരു മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ സമ്മറിൽ വരുവാണെങ്കിൽ നല്ല അടിപൊളി സീനിയറി ആണെന്നൊക്കെ പറഞ്ഞു ഇവർ, ഈ ഗൈഡ്. അങ്ങനെ നമ്മൾ ബൈസർ വാലി ഒരു 1/4 മണിക്കൂറൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് വന്ന പോലെ തന്നെ ഒരു 6-7 കിലോമീറ്റർ കുതിരപ്പുറത്തിരുന്ന് ചാടി ഈ ചളിയും കുണ്ടൊക്കെ താണ്ടിയിട്ട് വേണം താഴെ എത്താനായിട്ട്. ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റായി. ഇവിടെ എത്താൻ തന്നെ 7 കിലോമീറ്റർ എടുത്തില്ലേ. തിരിച്ചിനി അങ്ങോട്ടൊരു 7 കിലോമീറ്റർ. അപ്പോൾ 14 കിലോമീറ്റർ കുതിരപ്പുറത്താണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തായാലും നാളത്തേക്കൊരു ബോഡി പെയിന് പ്രതീക്ഷിക്കാം. കാരണം നല്ലപോലെ കുലുങ്ങിയിട്ടല്ലേ വരുന്നത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കുതിരപ്പുറത്തിരുന്നുള്ള ഒരു ട്രാവലിംഗ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. ഇവിടെയൊക്കെ ഫുള്ള് വഴിയൊക്കെ കണ്ടില്ലേ, മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ട്. നല്ല സീനറിയാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മളെന്തായാലും കണ്ടോ ചളി നോക്കിയേ. ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മൾ ഈ 80 കിലോ 83 കിലോ വെയിറ്റ് ഉണ്ട് ഞാൻ. എന്നെ ചുമന്നുകൊണ്ട് പാവം കുതിര കണ്ടില്ലേ. എന്നെ ഇവിടെ താഴെ ഇടുമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ദേഷ്യം തീർക്കാൻ വേണ്ടി. പക്ഷെ പാവാട്ടോ, ഭയങ്കര അനുസരണ ഉണ്ട് ഇവർ. നമുക്ക് ഡേഞ്ചർ ഒന്നല്ല, സേഫാണ്. ഗൈഡ് നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗൈഡായിരുന്നു ഈ നമ്മുടെ ബൈസർ വാലിലേക്ക് വന്ന ഗൈഡ്. കണ്ടോ ചളി കൂടെയാണ് പോണത്. കണ്ടോ ഫുള്ള് ചളിയാണ് കേട്ടോ. കാശ്മീരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മട്ടൻ ഹരീസ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ പുറയിൽ കാണുന്നതാണ് സ്പോട്ട്. അപ്പോൾ നമ്മൾ കാശ്മീരിൽ വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ ഹരീസ കഴിക്കാൻ പോവുകയാണ്. നമുക്ക് പോവാം. नाम क्या है? अब्दुर्रहमान। कहाँ से तुम बातुला बैग दस फोटो
ഞങ്ങളതിനെ തിരിച്ച് ശ്രീനഗറിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മട്ടൻ ഹരീസ ട്രൈ ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇത് തലേ ദിവസം മോർണിംഗിലെടുത്ത വീഡിയോ ആണ് ഗുൽമർഗിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പോൾ മട്ടൻ ഹരീസ കിട്ടുന്ന കാക്സർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടാണ്, ഇവിടുത്തെ ഫേമസ് സ്പോട്ടാണ്. 100 രൂപയാണ് ഈ കാണുന്ന കുഞ്ഞു പ്ലേറ്റിന് മട്ടൻ ഹരീസ കിട്ടും. അതിൻ്റെ കൂടെ ഒരു റൊട്ടി ഉണ്ട്, അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ വിൻ്ററിൽ വരുന്ന, കാശ്മീരിലേക്ക് വരുന്ന ആളുകൾ വിൻ്റർ സമയത്ത് അതിരാവിലെ കാശ്മീരിൽ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് മട്ടൻ ഹരീസ. കണ്ടില്ലേ, അത് തീയെടുത്തിട്ട് അതിന് മുകളിലോട്ട് ഇട്ടിട്ട് അതിങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ഹോട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീസ റെഡിയാണ്, മട്ടൻ ഹരീസ. കാശ്മീരി റൊട്ടിയാണ്. കാക്സർ ഹരീസ സഫ്രാനി എന്നാണ് ഷോപ്പിന്റെ പേര്. അബ്ദുറഹ്മാൻ എന്നാണ് നമ്മുടെ ബായിന്റെ പേര്. വളരെ ഫേമസ് ആണ്. നിങ്ങൾ കാശ്മീരിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഹരീസ. അപ്പൊ നമ്മളിവിടെ 100 രൂപ, 200 രൂപ, 300 രൂപ അങ്ങനെ സ്റ്റാർട്ടിങ് 100 റുപ്പീസ്, സ്റ്റാർട്ടിങ് 100 രൂപയാണ്. 100 രൂപയുടെ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പൊ ഇതിൽ റൊട്ടി ഇവരെ സ്പെഷ്യൽ റൊട്ടിയാണ്. ഈ റൊട്ടി വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. മൈസുമ്മ, റെഡ് ക്രോസ് റോഡ് മൈസുമ്മ ആണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ശ്രീനഗറിലാണ്. നമ്മുടെ ദാൽ ലേക്കിന്റെ അവിടെ ജസ്റ്റ് 1/2 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് മട്ടൻ ഹരീസ് നമ്മൾ ട്രൈ ചെയ്യണേ. മട്ടന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒക്കെ നമ്മൾ ഹൈദരാബാദി ഹരീസ പോലല്ല. വെരി ഡിഫറെന്റ്. മട്ടൻ ഹരീസ് എന്തായാലും അടിപൊളിയായതുകൊണ്ട് അതും അതിരാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തീരും എന്നാണ് പറഞ്ഞത്. 100, 200, 300 ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. കണ്ടില്ലേ, ഒരുപാട് പേര് കഴിക്കാൻ വന്നിട്ടുണ്ട്. ആ ബാക്കിലിരിക്കുന്നൊക്കെ ഫുള്ള് മലയാളീസാണ്. ഇവരൊക്കെ മട്ടൻ ഹരീസ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊരു ഫേമസ് സ്പോട്ടാണ്. അബ്ദുറഹ്മാൻ എന്നാണ് ഇങ്ങനെ പേര് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മൈസുമ്മയിലാണ്. ശ്രീനഗറിൽ നിന്നൊരു 1/2 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. ഇവരെ കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ വരണം കേട്ടോ. 11 മണിക്ക് മുൻപായിട്ട് വന്നാൽ, അത് പ്രത്യേകിച്ച് വിൻ്റർ സമയത്ത് വന്നാൽ മാത്രമാണ് ഈ മട്ടൻ ഹരീസ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ കാശ്മീരിലെ കാക്സർ ഹബ്ബിലെ മട്ടൻ ഹരീസയും അങ്ങനെ ഒരു ട്രൈ ചെയ്തു. ഇനി നമ്മൾ നാളെ പോകുന്നത് ഗുൽമർഗിലേക്കാണ്. ഗുൽമർഗിൻ്റെ അടിപൊളി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മൾ പഹൽഗാമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പഹൽഗാമിൽ, കാശ്മീരിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ, പഹൽഗാമിൽ വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗുൽമർഗിൻ്റെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ കാശ്മീരിൻ്റെ എല്ലാ എപ്പിസോഡും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. Faizi bhai, how is today?